ഹായ്, ഇപ്പോൾ നമ്മളിപ്പോൾ എവിടെ അറിയാം, ശാസ്താംകോട്ട. ഇന്ന് 27th വേൾഡ് ടൂറിസം ഡേ ആണ്. അത് പ്രമാണിച്ച് നമ്മൾ വോക്സാൻ നമുക്ക് വണ്ടി തന്നു. ഒരു ഇഷ്ടപ്പെട്ട ഒരു ടൂറിസ്റ്റ് ലൊക്കേഷനിൽ പോകാൻ പറഞ്ഞു. ഇഷ്ടപ്പെട്ടത് ചെറിയ ടൂറിസ്റ്റ് ലൊക്കേഷൻ. പണ്ട് എൻ്റെ വീട് ഇവിടെ അടുത്താണ്, ഇവിടെ കുറച്ച് ദൂരമേ ഉള്ളൂ. പണ്ട് ഒരുപാട് ആൾക്കാർ വന്നിരുന്ന സ്ഥലമാണ്. ഇപ്പം ആൾക്കാർ വരുന്നുണ്ട്, എങ്കിലും പണ്ടത്തെ അത്രയില്ല, കുറച്ച് കുറവാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാലേ, നമ്മുടെ കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട. അതാണ് ഈ ഒരു കായലിൻ്റെ ഇതൊരു തടാകമാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് വെട്ടസുമായിട്ടാണ്. വെട്ടസിന് അറിയാമല്ലോ, ആക്ച്വലി നമ്മൾ പലതവണ വീഡിയോ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. പല വേരിയൻസ് ഉണ്ട്. 2 എഞ്ചിൻ ഓപ്ഷൻ ഉണ്ട്, 1 ലിറ്റർ 1.5. അതിൽ 1 ലിറ്റർ എഞ്ചിൻ ഓപ്ഷനായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. 3 വേരിയൻ്റ് ആയിട്ടാണ് വണ്ടി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ 2 എഞ്ചിൻ ഓപ്ഷൻ, പിന്നെ മാനുവൽ ട്രാൻസ്മിഷൻ കിട്ടും, ഓട്ടോമാറ്റിക് കിട്ടും. അതുപോലെ ഇനി നിങ്ങൾക്ക് ഹൈ പെർഫോമൻസ് വേണമെങ്കിൽ 1.5ലേക്ക് പോയി കുറച്ചുകൂടി ഒരു അഗ്രസീവ് പെർഫോമൻസ് ഉള്ള വണ്ടിയാക്കി നമുക്ക് ഇതിനെ ഉപയോഗിക്കാം. പിന്നെ സേഫ്റ്റിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെ ബോഡി ബിൽഡ് ക്വാളിറ്റി ആയാലും, അതുപോലെ ടെക്നിക്കൽ സൈഡിലോട്ടൊക്കെ ഇപ്പോൾ എയർ ബാഗ്, ABS CBD, ട്രാക്ഷൻ കൺട്രോൾ, അങ്ങനെയുള്ള കാര്യത്തിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ, അങ്ങനെയുള്ള എല്ലാ കാര്യം ഏകദേശം 40 സേഫ്റ്റി ഫീച്ചേഴ്സും എല്ലാം ഉൾപ്പെടുത്തി ഒരു അടിപൊളി വാഹനം തന്നെയാണ് വോക്സാൻ വെർട്ടസ് എന്ന പേരിൽ പുറത്തിറക്കിയിരിക്കുന്നത്. അപ്പോൾ കുറച്ച് നാളായി മാർക്കറ്റിൽ നല്ല ഫീഡ്ബാക്ക് ഉണ്ട്. ഈ ഒരു സെഗ്മെൻറ്റിൽ ഇപ്പം SUV-യുടെ മാർക്കറ്റ് ആണ്. അപ്പോൾ SUV-യുടെ മാർക്കറ്റ് നിൽക്കുന്ന സമയത്ത് തന്നെ അത്യാവശ്യം നമ്പേഴ്സ് സെല്ല് ചെയ്യപ്പെടുന്ന വെഹിക്കിളാണ് വെർട്ടസ്. അപ്പോൾ അത് ഒരു എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. പല കളേഴ്സിൽ കിട്ടും. ഇംഗ്ലീഷ് കളേഴ്സാണ് നമുക്ക് വോക്സാൻ എന്ന് പറഞ്ഞ ബ്രാൻഡിൽ ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത്. അതൊരു അഡ്വാൻറ്റേജ് ആണ്. പുതിയതായിട്ട് ബ്ലാക്ക് കളറും കാര്യങ്ങളെല്ലാം വെർട്ടസിൽ വന്നിട്ടുണ്ട്. അത് കുറച്ച് അഡ്വാൻറ്റേജ്. വലിയ പ്രൈസ് ചേഞ്ചോ കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെയാണ് നമുക്ക് ഈ ഒരു വാഹനം ലഭിക്കുന്നത്. പിന്നെ ഒരു സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു 11 ലക്ഷം രൂപയിൽ തുടങ്ങി നമുക്ക് ഒരു 22 ലക്ഷം രൂപ റേഞ്ച് വരെയാണ് ഇതിൻ്റെ ഒരു പ്രൈസ് ബ്രാക്കറ്റ് പോകുന്നത്. അപ്പോൾ നല്ലൊരു പ്രൈസിൽ നമുക്ക് പല ഓപ്ഷൻസ് എടുക്കാൻ പറ്റുന്ന ഒരു വാഹനം തന്നെയാണ് വെർട്ടസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു 1 ലിറ്ററിനെ കുറിച്ച് പറയുമ്പോൾ പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് മൈലേജ് ഒരു വളരെ അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഘടകമാണ്. ആ ഒരു ഫ്യൂൽ എഫിഷ്യൻസി നിർത്തി നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു വാഹനം അതാണ് വെർട്ടസ്. അപ്പോൾ ഇനി എക്സ്റ്റീരിയറെ കുറിച്ച് പറയുമ്പോൾ ഇത് ടോപ്പ് എൻഡ് വാഹനമാണ്. ടോപ്പ് എൻഡ് വാഹനമാകുമ്പോഴത്തേക്ക് കോസ്മെറ്റിക് ബ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ഒരുപാട് വണ്ടിയിലേക്ക് ആഡ് ഓൺ ആവുന്നുണ്ട്. ഏറ്റവും ബേസ് വേരിയൻറ്റ് തൊട്ട് തന്നെ നമുക്ക് LED ഹെഡ് ലാമ്പ്, അതുപോലെ DRL കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ ടോപ്പ് എൻഡ് വേരിയൻറ്റിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഫുൾ LED ഹെഡ് ലാമ്പ്, DRL വിത്തും ടേൺ ഇൻഡിക്കേറ്റർ അങ്ങനെ കാര്യങ്ങൾ അഡീഷണൽ ആയിട്ട് വരും. പിന്നെ ഈ ലിപ്പ് നമുക്ക് എല്ലാ വേരിയൻറ്റിലും ബേസ് വേരിയൻറ്റായിട്ട് അവൈലബിൾ ആണ്. പക്ഷേ ടോപ്പ് എൻഡ് വരുമ്പോഴത്തേക്കാണ് ഈ ലോവർ ലെവലിൽ കാണുന്ന ലിപ്പും കാര്യങ്ങളൊക്കെ വണ്ടിയിലേക്ക് ആഡ് ഓൺ ആവുന്നത്. ഫ്രണ്ടിൽ ഒരുപാട് ഡിഫറൻസ് ടോപ്പ് വേരിയൻറ്റും ബേസ് വേരിയൻറ്റും തമ്മിൽ എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഫോഗ് ലാമ്പ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ടോപ്പ് വേരിയൻറ്റ് വരുമ്പോഴത്തേക്കാണ് അവൈലബിൾ ആയിട്ട് വരുന്നത്. അങ്ങനെ ചെറിയ കുറച്ച് കാര്യങ്ങളാണ് വരുന്നത്. ഇനി വണ്ടിയുടെ സൈഡിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ആ അലോയ് വീൽ 16 ഇഞ്ച് അലോയ് വീൽസാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. ഇതിനകത്ത് ഏറ്റവും ബേസ് വേരിയൻറ്റിൽ നമുക്ക് 15 ഇഞ്ച് ഡ്രമ്മാണ് വരുന്നത്. തൊട്ട് മേളത്തെ വേരിയൻറ്റ് തൊട്ട് നമുക്ക് 16 ഇഞ്ച് വീലിലേക്ക് വരും. അതുപോലെ ഫ്രണ്ട് ഡിസ്ക്കാണ്, ബാക്ക് ഡ്രം ബ്രേക്കും വരും. പിന്നെ ഈ ഒരു ടൈപ്പ് അലോയ് വീല് നമുക്ക് ടോപ്പ് എൻഡ് വേരിയൻറ്റിലായിരിക്കും അവൈലബിൾ ആയിട്ടുള്ളത്. ക്രോം ഫിനിഷും കാര്യങ്ങളെല്ലാം ഈ ഒരു വിൻഡോ സൈഡിൽ ഗാർണിഷ് എന്നുള്ള രീതി കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഡോർ ഹാൻഡിൽ ഒരു ഗാർണിഷ്, ഒരു ക്രോം ഗാർണിഷ് കാണാം. അതുപോലെ റിക്കഷൻസും കാര്യങ്ങളൊക്കെ ഡോർ സൈഡിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഭാഗമെല്ലാം ബ്ലാക്ക് ഔട്ട് ചെയ്ത് വളരെ ഒരു പ്രീമിയം ഫിറ്റ് ആൻഡ് ഫിനിഷ്. അതുപോലെ വീൽ ബേസ് എടുത്ത് പറയേണ്ട കാര്യമാണ്. 2.6 മീറ്ററിൻ്റെ അതിനകത്തുള്ള ഒരു നല്ലൊരു വീൽ ബേസ് വാഹനത്തിനുണ്ട് എന്നുള്ളത് നല്ലൊരു കാര്യമാണ്. വണ്ടിയുടെ ലെങ്ത് എടുത്ത് പറയേണ്ട കാര്യമാണ്. 4.5 മീറ്ററിന് അടുത്തുള്ള ലെങ്ത് വണ്ടിക്കുണ്ട്. അതുപോലെ നല്ലൊരു ബൂട്ടുണ്ട് കേട്ടോ, ഒരു മാസീവായിട്ടുള്ള ബൂട്ട്. നമ്മുടെ കുറച്ച് സാധനങ്ങളൊക്കെ ബൂട്ടിനകത്ത് കിടപ്പുണ്ട് ഉണ്ടല്ലോ. മാസീവായിട്ടുള്ള ഒരു ബൂട്ട് സ്പേസ് വണ്ടിക്ക് കിട്ടും. പിന്നെ സ്പെയർ വീല് ഉണ്ടല്ലോ, സ്പെയർ വീൽ നമുക്ക് അവൈലബിൾ ആണ്. ഇത് ലേറ്റസ്റ്റ് വെർഷൻ വണ്ടിയല്ല, ഇത് കുറച്ചുകൂടി മുമ്പുള്ള വണ്ടിയാണ്. ഇപ്പോൾ വരുന്ന വണ്ടിക്ക് നമുക്ക് സബ് വൂഫറും കാര്യങ്ങളൊക്കെ നമ്മുടെ ബൂട്ട് സ്പേസിൽ അവൈലബിൾ ആണ്. അത് നല്ല കാര്യം. ഇത്രയും അതുപോലെ സീറ്റ് നമുക്ക് 60-40 ആയിട്ട് ഫോൾഡ് ചെയ്യാൻ പറ്റും. അതുപോലെ ഏറ്റവും ബേസ്മെൻറ്റ് വരുമ്പോഴത്തേക്ക് ബെഞ്ച് ഫോൾഡിങ് ആയിരിക്കും സീറ്റ് വരുന്നത്. അങ്ങനെ കുറച്ച് ഡിഫറൻസ് സീറ്റിൻ്റെ കാര്യത്തിൽ നമുക്ക് പറയാനുണ്ട്. അപ്പോൾ വെർട്ടസ് എന്ന് പറഞ്ഞാൽ ബാഡ്ജിങ് നല്ല LED തന്നെയാണ്. ടെയിൽ ലാമ്പും കാര്യങ്ങളും എല്ലാം വരുന്നത്. TSI 1 ലിറ്ററിൻ്റെ ബാഡ്ജിങ് ആണ് ഈ കാണുന്നത്. അതുപോലെ ബാക്കിൽ സെൻസറും കാര്യങ്ങളൊക്കെ നമുക്ക് സ്റ്റാൻഡേർഡായിട്ട് ഇപ്പോൾ എല്ലാ വാഹനങ്ങളും വരുന്നുണ്ട്. അതുപോലെ ക്രോം ഇൻസെർട്ട് നമുക്ക് ബാക്കിലും കാണാം. ഇനി റൂഫിലേക്ക് നമ്മളൊരു ഷാർപ്പിൻ ആൻറ്റിന റൂഫിൽ കൊടുത്തിട്ടുണ്ട്. ഡിഫോഗർ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് വേരിയൻറ്റ് വൈസ് അല്ല, എല്ലാ വേരിയൻറ്റും സ്റ്റാൻഡേർഡായിട്ട് വരുന്നുണ്ട്. ഷാർപ്പിൻ ആൻറ്റിന അത്യാവശ്യം ലെങ്ത് ഉണ്ട്. പിന്നെ ഇതിനകത്ത് നമുക്ക് അഡീഷണലായിട്ട് ടോപ്പ് വേരിയൻറ്റിൽ കിട്ടുന്ന കാര്യമാണ് ഒരു സൺറൂഫ് ടോപ്പ് വേരിയൻറ്റിൽ മാത്രമാണ് നമുക്ക് അവൈലബിൾ. അതൊരു കോസ്മെറ്റിക് കാര്യം എന്നുള്ള രീതിയിൽ സൺറൂഫ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ. ഇനി നമുക്ക് വണ്ടി ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം. അപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമുക്കൊന്ന് ഡ്രൈവ് ചെയ്തുള്ള എക്സ്പീരിയൻസ്, ഇതൊക്കെ എല്ലാവർക്കും ഡ്രൈവ് ചെയ്ത എക്സ്പീരിയൻസ് ഒരുപാട് കേട്ടതാണ്, എങ്കിലും നമുക്കൊന്ന് ഡ്രൈവ് ചെയ്യാം. ഇത് ഓട്ടോമാറ്റിക്കാണ് കേട്ടോ, 1 ലിറ്റർ ഓട്ടോമാറ്റിക്. അപ്പം എഞ്ചിനെ കുറിച്ച് പറയാം, കുറേ അധികം കാര്യങ്ങളുണ്ട്. പിന്നെ ഡ്രൈവ്, കംഫർട്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഈ വണ്ടിയിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നമുക്ക് ബേസിക്കലി എനിക്കുള്ള വണ്ടി എന്ന് പറഞ്ഞാൽ ഒരു SUV ഉണ്ട്, ഒരു സെദാനുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം സെദാൻ തന്നെയാണ്. അതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ യാത്രയുടെ കംഫർട്ടാണ്.
ഭയങ്കര സുഖമാണ്. അത് നമ്മുടെ റോഡിലെ ആ കുലുക്കോ കാര്യങ്ങളോ ഒന്നും അറിയില്ല. ഭയങ്കര കംഫർട്ടബിളായിട്ട് അത് ഫ്രണ്ടിൽ ഇരിക്കുന്നവർക്ക് മാത്രമല്ല ബാക്കി ഇരിക്കുന്നവർക്കും നല്ല കംഫർട്ടായിട്ട് യാത്ര ചെയ്യാന്നുള്ളതാണ് അതിനകത്തുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അപ്പോൾ വോക്സ് വെർട്ടസിലേക്ക് വരുമ്പോഴും ഇത് നമുക്ക് വളരെ എടുത്തു പറയാൻ പറ്റുന്നൊരു കാര്യമാണ്. ഫ്രണ്ട് ഇരിക്കുന്നവർക്ക് മാത്രമല്ല ബാക്കി ഇരിക്കുന്നത് നമ്മുടെ ഫാമിലിക്ക്, കൂടുതൽ നമ്മുടെ ഫാമിലിക്കാരൊക്കെ ആയിട്ട് തന്നെയാണ് ഈ വണ്ടികളൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും വളരെ കംഫർട്ടബിളായിട്ട് യാത്ര ചെയ്യാൻ പറ്റിയ ഒരു വണ്ടി എന്നുള്ള രീതിയിൽ വെർട്ടസിന് നമുക്ക് ഒരു നല്ലപോലെ ട്രാവലുള്ള ഒരാൾക്ക് ഉറപ്പായിട്ടും ചൂസ് ചെയ്യാം. കംഫർട്ട് താല്പര്യമുള്ളവർക്ക് പറ്റിയൊരു വണ്ടിയാണ്. ഇന്നത്തെ മാർക്കറ്റ് കൺസെപ്റ്റും അല്ലെങ്കിൽ മാർക്കറ്റ് സ്റ്റൈലും ഒക്കെ നോക്കുകയാണെങ്കിൽ SUV ആണ്. അപ്പോൾ അങ്ങനെ SUVയിലേക്ക് താല്പര്യമുള്ളവർക്ക് അറിയാലോ, ടൈഗൂണിലേക്ക് തീർച്ചയായിട്ടും പോകാം. അല്ലെങ്കിൽ വേറെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, അങ്ങനെയൊക്കെ പോകാൻ പറ്റും. പക്ഷേ കംഫർട്ട്, പിന്നെ അത്യാവശ്യം ഒരു മീഡിയം ടൈപ്പ് ലക്ഷറി, പിന്നെ എന്താണ് അത്യാവശ്യം ഒരു ഫ്യൂവൽ എഫിഷ്യൻസി, ഇതൊക്കെ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എഞ്ചിൻ ഓപ്ഷൻ കൂടിയാണ് നമ്മളിപ്പോൾ ഓടിക്കുന്ന 1 ലിറ്റർ. അത്യാവശ്യം മൈലേജ് ഉണ്ടെന്നുള്ളതാണ്. മാനുവലിന് ഒരു 20 അടുപ്പിച്ചാണ് കമ്പനി ആവശ്യപ്പെടുന്നത്. അതുപോലെ ഓട്ടോമാറ്റിക്കിലേക്ക് വരുമ്പോൾ ഒരു 18 നമ്മുടെ സർവീസ് പാക്കേജ് വരുന്നുണ്ട്. AMC പോലത്തെ സർവീസ് പാക്കേജ് വരുന്നുണ്ട്. അത് എടുത്തു കഴിഞ്ഞാൽ വളരെ ചെറിയ കോസ്റ്റ് മാത്രമേ സർവീസിന് വരുന്നുള്ളൂ. അപ്പോൾ ഒരു 3-4 വർഷത്തേക്ക് നമുക്കൊരു വളരെ കംഫർട്ടബിളായിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്ന വണ്ടി എന്ന് തന്നെ തീർച്ചയായിട്ടും പറയണം ആ കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്യുമ്പോൾ. അതുപോലെ നമ്മുടെ എഞ്ചിനിലേക്ക് വരുമ്പോൾ പറയേണ്ട കാര്യം, ഇതിപ്പോൾ 1 ലിറ്ററാണ് നമ്മളിപ്പോൾ ഓടിക്കുന്നത് കേട്ടോ. ഓടിക്കുന്ന വർഷം 1 ലിറ്റർ ഉണ്ട്, 1.5 ലിറ്റർ ഉണ്ട്. 1.5ൻ്റെ വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിരുന്നു. ടൈഗോണ്ട് നേരത്തെ അല്ല, 2-3 തവണ ചെയ്തിട്ടുണ്ട്. ടൈഗോണ്ട് വീഡിയോ റീസെൻ്റ്ലി നമ്മൾ ചെയ്തിരുന്നു. അത് 1.5 ഓട്ടോമാറ്റിക് DCT ഗിയർ ബോക്സ് ഒക്കെ വരുന്ന നമ്മുടെ ഒരു പെർഫോമൻസ് ഗിയർ ബോക്സ് ഒക്കെ വരുന്ന ഒരു വണ്ടിയാണ് നമ്മൾ ഓടിച്ചത്. നമ്മൾ ഇന്നിപ്പോൾ ഓടിക്കുന്നത് 1 ലിറ്ററാണ്. 115 bhp ആണ് ഇതിൻ്റെ പവർ വരുന്നത്. 178 Nm ടോർക്ക് വരുന്നുണ്ട്. ഗിയർ ബോക്സ് 6 സ്പീഡാണ്, മാനുവലിലും ഓട്ടോമാറ്റിക്കലും. ഏറ്റവും ബേസ് വേരിയൻറ്റിൽ നമുക്ക് വരുന്നത് 6 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് മാത്രമാണ്. നെക്സ്റ്റ് വേരിയൻറ്റിൽ ഓട്ടോമാറ്റിക് മാനുവൽ കിട്ടും. തേർഡ് വേരിയൻറ്റിൽ നമുക്ക് ഈ 2 വേരിയൻറ്റ് കിട്ടും. ഇതാണ് വേരിയൻറ്റ് വൈസ് വരുന്ന വണ്ടിയുടെ ട്രാൻസ്മിഷൻ കാര്യങ്ങൾ. ഇനി 1.5ൻ്റെ കാര്യം നമ്മൾ എടുത്ത് പറയുന്നത്, ഇപ്പോൾ 1 ലിറ്റർ ഓടിക്കുന്നതുകൊണ്ട് നമുക്ക് 1 ലിറ്ററിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു പോകാം. അപ്പോൾ 3 വേരിയൻ്റാണ്. ട്രാൻസ്മിഷൻ ഓപ്ഷൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. പിന്നെ മൈലേജ് വരുമ്പോഴത്തേക്ക് നമുക്കൊരു മാനുവൽ വരുമ്പോഴത്തേക്ക് ഒരു 20.8 ആണ് കമ്പനി പറയുന്നത്, 20.08. പിന്നെ അതുപോലെ ഓട്ടോമാറ്റിക്കലി വരുന്നത് 18+ ആ രീതിയിൽ പറയുന്നുണ്ട്. പക്ഷേ ഒരു പ്രാക്ടിക്കലി കിട്ടുന്ന ഒരു റേഞ്ച് നോക്കുകയാണെങ്കിൽ ഒരു 15 to 17 ആ റേഞ്ച് വണ്ടിക്ക് കിട്ടുന്നുണ്ട്, മിനിമം കിട്ടുന്നുണ്ട്. അത് നോർമൽ ഡ്രൈവ് കേട്ടോ. നമ്മൾ എപ്പോഴും ലോങ്ങും അല്ലെങ്കിൽ എപ്പോഴും ലോങ് ഒന്നും പോകുന്നില്ല. നമുക്ക് കൂടുതലും പറയേണ്ട മൈലേജ് തന്നെയാണ്. 15 to 17 മൈലേജ് ആവറേജ് കിട്ടുന്നുണ്ട്. പിന്നെ ലോങ് പോകുന്ന സമയത്ത് അത്യാവശ്യം നല്ല ഫ്യൂൽ എഫിഷ്യൻസി, നിയർ ടു 20+ കിട്ടുന്നവരുണ്ട് കേട്ടോ. അപ്പം ആ കാര്യത്തിൽ ഫ്യൂൽ എഫിഷ്യൻസിയുടെ കാര്യത്തിൽ വലിയ പ്രശ്നമില്ലാത്ത വണ്ടിയാണ്. പിന്നെ ഒരു ഫാമിലി കാർ എന്ന നിലയിൽ കംഫർട്ട് വളരെയധികം തരുന്നൊരു വണ്ടിയാണ്. കാരണം ഒന്ന് വാഹനത്തിൻ്റെ ലെങ്ത് 4.4 മീറ്ററിനടുത്തുള്ള ലെങ്ത് ഉണ്ട്. ഓൾമോസ്റ്റ് 4.5 മീറ്റർ ഉണ്ട്. അതുപോലെ 2.6 മീറ്റർ അടുത്തുള്ള വീൽ ബേസ്, അതൊക്കെ വളരെ അഡ്വാൻറ്റേജ് ഉള്ള കാര്യം. ഈ വീൽ ബേസ് ഉണ്ടായതുകൊണ്ട് തന്നെ സെക്കൻഡ് റോയിൽ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. അപ്പം നമുക്ക് എന്താണ് ഒരു ലോങ് ട്രാവൽ പോകുന്ന സമയത്ത് ബാക്കി ഇരിക്കുന്നവർക്കും വളരെ കംഫർട്ടബിളായിട്ടിരിക്കാം. അതുപോലെ ബൂട്ട് സ്പേസും ഹെവിയാണ്. നമുക്ക് എത്രത്തോളം ലഗേജ് ഉണ്ടെങ്കിലും നമുക്ക് അതൊന്നൊരു പ്രശ്നമല്ല ഈ വണ്ടിക്കകത്ത്. അത്രയും ലഗേജ് നമുക്ക് വണ്ടിക്കകത്ത് കയറാം. പിന്നെ 2 പേരെ ഉള്ളെങ്കിൽ വേണമെങ്കിൽ സീറ്റ് 60-40 ഫോൾഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ഒരു ഹ്യൂജ് സ്പേസിലേക്ക്, ഏറ്റവും ബേസ് വേരിയൻറ്റിൽ നമുക്ക് 60-40 അല്ല, ബെഞ്ച് ഫോൾഡിംഗ് ആണ്. ബാക്കി എല്ലാ വേരിയൻറ്റിൽ നമുക്ക് 60-40 ഫോൾഡ് ചെയ്യാനൊക്കെ പറ്റും. അങ്ങനെ കുറേ കാര്യങ്ങൾ വണ്ടിയിൽ പോസിറ്റീവായിട്ട് പ്രാക്ടിക്കൽ വെഹിക്കിൾ തന്നെ എന്ന് പറയുന്ന കാര്യത്തിൽ യാതൊരു മടിപ്പും ഇല്ലാതെ പറയാം. പിന്നെ സ്റ്റിയറിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ബേസ് വേരിയൻ്റ് തൊട്ട് തന്നെ 7-inch ഇൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റം വരുന്നുണ്ട്, മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്റ്റിയറിങ്ങിൽ മ്യൂസിക് സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട കൺട്രോൾസും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഈ ലെതറേറ്റ് ഫിനിഷിങ് കാര്യങ്ങളൊക്കെ നമുക്ക് ടോപ്പ് വേരിയൻറ്റിലേ കിട്ടുള്ളൂ, ബേസ് വേരിയൻറ്റിൽ അതൊന്നും കിട്ടില്ല. പിന്നെ അതുപോലെ ടിൽറ്റ് ആൻഡ് ടെലസ്കോപ്പിക്, ടിൽറ്റ് ചെയ്യുക, അതുപോലെ ടെലസ്കോപ്പിക് 2 അഡ്ജസ്റ്റ്മെൻറ്റ് സ്റ്റിയറിങ്ങിൽ വരുന്നുണ്ട്. അത് നല്ല കാര്യം. ഇപ്പോൾ ലോങ് ട്രാവൽ പോകുമ്പോഴാണ് ഇതിൻ്റെ ഒരു കംഫർട്ട് ഫീൽ നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റുന്നത്. നമുക്ക് വളരെ റിലാക്സ് ചെയ്ത് ഡ്രൈവ് ചെയ്യാൻ പറ്റും. ഇത് പിന്നെ ഓട്ടോമാറ്റിക് വെർഷൻ ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് നമുക്ക് പാഡൽ ഷിഫ്റ്റേഴ്സ് വരുന്നുണ്ട്, കണ്ടല്ലോ പാഡൽ ഷിഫ്റ്റേഴ്സ്. അപ്പോൾ അതുകൊണ്ട് ഓട്ടോമാറ്റിക് വെർഷൻ എനിക്കൊന്ന് ലോങ് ഒക്കെ അത്യാവശ്യം കൂടുതൽ ട്രാവൽ ഉള്ളവർക്ക് തീർച്ചയായും ഓട്ടോമാറ്റിക് വെർഷൻ നല്ലൊരു ഓപ്ഷനാണ്. വളരെ കംഫർട്ടബിളായിട്ട് യാത്ര ചെയ്യാം. വലിയൊരു വണ്ടി ഓടിക്കുന്നതിൻ്റെ ഒരു മടുപ്പും കാര്യങ്ങളൊന്നും ഒരിക്കലും ഫീൽ ചെയ്യില്ല. മാനുവൽ ആണെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞാലും കുറച്ച് മൈലേജിൻ്റെ കാര്യത്തിലൊക്കെ അഡ്വാൻറ്റേജ് ആണെങ്കിലും കുറേ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ റോഡ് സിറ്റുവേഷനൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു പരുവാവും വണ്ടി ഓടിച്ചിട്ട്, ഭയങ്കര ക്ഷീണം വരും. ആ കാര്യത്തിലൊക്കെ കംഫർട്ടബിളാണ്. പിന്നെ അഡീഷണൽ ഒരു കാര്യം ഇതാണല്ലോ സീറ്റ് വെൻറ്റിലേഷൻ. നമുക്ക് ഡ്രൈവർ സൈഡും പാസഞ്ചർ സൈഡും സീറ്റ് വെൻറ്റിലേഷൻ ഉണ്ട്. 2 കൺട്രോളുണ്ട്, 2 ഫാൻ കൺട്രോൾ, ഒരു സിംഗിൾ ലെവലും 2 ലെവലും, 2 ലെവലിൽ നമുക്ക് ഇടാം. ഇത് നമ്മൾ AC-യുടെ ടെമ്പറേച്ചർ എന്താണോ ആ ടെമ്പറേച്ചർ നമ്മുടെ സീറ്റിൻ്റെ ബാക്കിലേക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ ഈ വെറ്റാവുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ കുറേ അധികം ട്രാവൽ ചെയ്യുമ്പോൾ ആ പ്രശ്നങ്ങളൊന്നും വരത്തില്ല. ഈ സീറ്റ് പ്രത്യേകിച്ച് ലെതറേറ്റ് സീറ്റാണ്. ലെതറേറ്റ് സീറ്റ് ആകുമ്പോഴത്തേക്ക് തന്നെ ചൂട് കുറച്ച് പ്രശ്നം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കി കിട്ടും. വളരെ കംഫർട്ടബിളായിട്ടിരിക്കുക.
നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ഫ്രഷ്നസ്സോട് കൂടി തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നിന്ന് എത്താൻ പറ്റും. അങ്ങനെ കുറേ കാര്യങ്ങൾ സീറ്റിനകത്തുണ്ട്. ലെതറൈറ്റ് സീറ്റാണ് വരുന്നത്. ടോപ്പ് വേരിയൻറ്റിലാണ് ലെതറൈറ്റ് സീറ്റ് വരുന്നത്. ബാക്കി താഴോട്ടുള്ള വേരിയൻറ്റിലൊക്കെ നമുക്ക് ഫാബ്രിക് സീറ്റ് തന്നെയാണ് വരുന്നത്. അതിനകത്ത് പ്രത്യേകിച്ച് മാറ്റമോ കാര്യങ്ങളൊന്നുമില്ല. ഇനി ടോപ്പ് എൻഡ് വേരിയൻറ്റിലേക്ക് വരുമ്പോൾ വരുന്നത് നമുക്ക് കണ്ട ക്ലസ്റ്ററിനകത്ത് കണ്ടോ, ക്ലസ്റ്ററിൽ ഒരു LED ക്ലസ്റ്ററാണ് വരുന്നത്. നടുക്ക് TFTയും ബാക്കി രണ്ട് സൈഡ് LED. അത്യാവശ്യം എല്ലാ ഇൻഫർമേഷനും നമുക്ക് ഈ ഒരു ക്ലസ്റ്ററിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ സൈഡിലേക്ക് പോകേണ്ട കാര്യം തന്നെ വരുന്നില്ല. ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം അത്യാവശ്യം വലുപ്പമുണ്ട്. ബേസ് വേരിയൻറ്റിൽ 7 ഇഞ്ച്, പിന്നെ ടോപ്പ് വേരിയൻറ്റ് വരുമ്പോഴത്തേക്ക് 10.25 ഇഞ്ച് വലുപ്പം. അത്യാവശ്യം നല്ല ഹ്യൂജ് വലുപ്പമുള്ള ഒരു ഡിസ്പ്ലേ. എല്ലാ കാര്യങ്ങളും അറിയാം. ആൻഡ്രോയിഡ് ആട്ടോ, ആപ്പിൾ കാർപ്ലേ, അതുപോലെ നാവിഗേഷൻ, ഒരുവിധം എല്ലാ കാര്യങ്ങളും നല്ല സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ടച്ച് സ്ക്രീൻ ഡിസ്പ്ലേ തന്നെയാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഭയങ്കര അടിപൊളിയായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ നേരത്തെ ഉള്ള കാര്യങ്ങൾ ജസ്റ്റ് പറയുന്നതേ ഉള്ളൂ. പിന്നെ ഇൻറ്റീരിയറിലേക്ക് വരുമ്പോൾ ഒരു പ്രീമിയം ഇൻറ്റീരിയർ തന്നെയാണ് ബേസ് വേരിയൻറ്റോട്ട് വരുന്നത്. അത് ഡാഷ്ബോർഡ് ആയാലും എല്ലാ കാര്യങ്ങളായാലും ആ ഒരു ഫീല് നിലനിർത്തിയിട്ടുണ്ട്. ഫിറ്റ് ആൻഡ് ഫിനിഷ് ഭയങ്കര അടിപൊളിയാണ് വണ്ടിയുടെ. ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ അതുപോലെ തന്നെയാണ് കേട്ടോ. ഇനി നമുക്ക് ടോപ്പ് വേരിയൻറ്റിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് സൺറൂഫ് അങ്ങനെയുള്ള കാര്യങ്ങൾ, സൺറൂഫ് ഇപ്പോൾ ഒരു ട്രെൻഡാണ്. അപ്പോൾ ആ ട്രെൻഡിൻ്റെ ഭാഗമായിട്ടുള്ള സൺറൂഫും കാര്യങ്ങളൊക്കെ അകത്ത് വരുന്നുണ്ട്. സെക്കൻഡ് റോയിൽ നല്ല സ്പേസ് ഉണ്ട്. ഉള്ള കാര്യങ്ങളെല്ലാം വണ്ടിയുടെ ഇൻറ്റീരിയർ നോക്കുമ്പോൾ എടുത്തു പറയേണ്ട കാര്യങ്ങളാണ്. പിന്നെ അതുപോലെ ടെക്നിക്കലി നോക്കുമ്പോൾ ഒന്നും കാര്യങ്ങളുടെ പറയാൻ പറ്റും. ഇതാണ് നമ്മുടെ പുഷ് ബട്ടൺ സ്റ്റാർട്ട്, റേഡിയൽ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ്, വയർലെസ് ചാർജിങ് യൂണിറ്റ്, സി പോർട്ട് ചാർജർ, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ AC, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഒരു പ്രാക്ടിക്കൽ സൈഡിൽ വണ്ടിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ AC വളരെ ആപ്റ്റായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എല്ലാ വണ്ടിയും. കാരണം നമുക്ക് മാനുവലി കൺട്രോൾ ചെയ്യുമ്പോൾ ഇത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് ഒരു എയർ കണ്ടീഷനിങ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. ഇത് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് എയർ കണ്ടീഷനിങ് മെയിൻറ്റെയിൻ ചെയ്യാം. കാരണം നമ്മൾ ആവശ്യമുള്ള ടെമ്പറേച്ചർ മാത്രമേ കിട്ടുള്ളൂ. അങ്ങനെ കുറേ അഡ്വാൻറ്റേജ് ഈ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ACക്കുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മുടെ വണ്ടിയുടെ ഇൻറ്റീരിയർ പറയുമ്പോൾ പറയാനുണ്ട്. അതുപോലെ തന്നെ സേഫ്റ്റി സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് വോക്സ്വാഗൺ എന്ന് പറഞ്ഞ ബ്രാൻഡിൽ ഭയങ്കര പ്രയോറിറ്റി, പണ്ട് തൊട്ടേ ഭയങ്കര പ്രയോറിറ്റി. ഇപ്പോൾ ഇന്ത്യയിൽ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ മിക്കവാറും എല്ലാ ബ്രാൻഡും ആ ഒരു പ്രയോറിറ്റൈസ് ചെയ്ത് സേഫ്റ്റി ഭയങ്കരമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് വരുമ്പോൾ നമുക്ക് 5 സ്റ്റാർ റേറ്റിംഗ് ചൈൽഡിലും അഡൽട്ടിലും ഗ്ലോബൽ NCAP ടെസ്റ്റിൽ രണ്ടിനും കിട്ടിയിട്ടുണ്ട്. അത് ഒരു രണ്ട് അജണ്ട ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ എയർ ബാഗ്സിൻ്റെ സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് 6 എയർ ബാഗ്സ് വരുന്നുണ്ട്. പിന്നെ അഡീഷണൽ പറയുന്ന ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ, അങ്ങനെയുള്ള ഏകദേശം 40-ലധികം സേഫ്റ്റി ഫീച്ചേഴ്സ് വണ്ടിയിലുണ്ട്. പിന്നെ ഈ ഒരു സെഗ്മെൻറ്റിൻ്റെ അഡ്വാൻറ്റേജ് ഒരു അഡീഷണൽ ആയിട്ട് പറയുകയാണെങ്കിൽ കുറച്ചുകൂടെ എന്താണ് ഈ ഒരു ലെങ്ത് ഉള്ളൊരു വെഹിക്കിളാണ്. പിന്നെ വീൽ ബേസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടെ സ്പീഡിലൊക്കെ പോകുന്ന സമയത്തായാലും കുറച്ച് സ്റ്റേബിൾ ആയിരിക്കും വണ്ടി. കുറച്ചുകൂടെ കൺട്രോൾ ചെയ്യാനും ഹാൻഡ്ലിങ്ങിനും കുറച്ചുകൂടെ ഒരു SUV ഒക്കെ ആയിട്ട് കുറച്ചുകൂടെ ഒരു ബെറ്റർ ആയിട്ടുള്ളൊരു കണ്ടീഷൻ എപ്പോഴും ഇത്തരത്തിലുള്ള വണ്ടികൾ തരാറുണ്ട്. പക്ഷേ പതുങ്ങിയിരിക്കുന്നതുകൊണ്ട് ആ ഒരു അഡ്വാൻറ്റേജ് എപ്പോഴും നമുക്ക് ഈ ഒരു വണ്ടിയിൽ കിട്ടും. അത് ഈ സെഗ്മെൻറ്റിൻ്റെ അഡ്വാൻറ്റേജ് ആണ് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ വണ്ടിയെക്കുറിച്ച് പറയുമ്പോൾ. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട്. അതിപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോയിൽ എടുത്ത് പറയാനായിട്ട്. ഇപ്പോൾ ടൂറിസം ഡേ ആയിട്ട് ബന്ധപ്പെട്ട് എല്ലാവർക്കും വോക്സ്വാഗൺ ടൂറിസം ഡേ ആശംസകൾ.